ചരിത്രത്തിന്റെ പേജുകളിൽ ചില മനുഷ്യരുടെ പേരുകൾ സാധാരണയായി എഴുതപ്പെടുന്നില്ല. അവരെക്കുറിച്ച് എഴുതുമ്പോൾ ഒരു യുഗത്തിന്റെ കഥയാണ് എഴുതപ്പെടുന്നത്. വിപ്ലവങ്ങൾ, സംഘർഷങ്ങൾ, വധശ്രമങ്ങൾ ഇവയെല്ലാം കടന്നുയർന്ന ഒരു ശക്തനായ നേതാവ്. ഇതാണ് ഇറാന്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖാമനിയുടെ അതിശയകരമായ ജീവിതകഥ. ഒരു സാധാരണ മതവിദ്യാർത്ഥിയിൽ നിന്ന് ഒരു രാജ്യത്തിന്റെ ഏറ്റവും ശക്തമായ നേതാവായി അവൻ എങ്ങനെ ഉയർന്നു? ലോക രാഷ്ട്രീയത്തെ സ്വാധീനിച്ച അവന്റെ തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ കാണുന്നത് മലയാളം സ്റ്റോറി ടൈംസ്. ഈ കഥയുടെ തുടർഭാഗങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ തുടങ്ങാം. ആയത്തുള്ള അലി ഖാമനേയിയുടെ അസാധാരണമായ ജീവിതകഥ. നമുക്ക് തുടങ്ങാം. ഇറാന്റെ ആധുനിക ചരിത്രത്തെയും പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെയും ആഴത്തിൽ സ്വാധീനിച്ച നേതാക്കളിൽ ഒരാളാണ് ആയത്തുള്ള അലി ഖാംനെയി. മഷ്ഹദ് നഗരത്തിലെ ദാരിദ്ര്യത്തിൽ ജനിച്ച ഒരു ബാലൻ പിന്നീട് ലോകരാഷ്ട്രീയത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന നേതാവായി വളർന്ന കഥയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. ഒരു സാധാരണ കുടുംബത്തിൽ ആരംഭിച്ച ആ യാത്ര പിന്നീട് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്കാണ് എത്തിയത്. 1939 ജൂലൈ 17 ഇറാന്റെ ആത്മീയ കേന്ദ്രമായ മഷ്ഹദിലാണ് സയ്യദ് അലി ഹുസൈനി ഖാംനെയി ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് സയ്യദ് ജവാദ് ഖാംനെയി ഒരു മതപണ്ഡിതനായിരുന്നു. എന്നാൽ അവരുടെ കുടുംബജീവിതം വളരെ ലളിതമായതും ദാരിദ്ര്യം നിറഞ്ഞതുമായിരുന്നു. ഒരു ചെറിയ മുറിയിൽ 8 പേരടങ്ങുന്ന കുടുംബം താമസിച്ചിരുന്ന കാലം അദ്ദേഹം പിന്നീട് പലപ്പോഴും ഓർത്തു പറഞ്ഞിട്ടുണ്ട്. കുട്ടിക്കാലത്ത് പല രാത്രികളിലും റൊട്ടിയും ഈന്തപ്പഴവും മാത്രമായിരുന്നു ഭക്ഷണം. ചില ദിവസങ്ങളിൽ ഭക്ഷണം പോലും കിട്ടാതെ പട്ടിണി കിടക്കേണ്ടി വന്നതായും അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ കഠിനമായ ജീവിതം അദ്ദേഹത്തെ ആത്മനിയന്ത്രണവും സഹനവും പഠിപ്പിച്ചു. ലളിതമായ ജീവിതം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചു. അദ്ദേഹത്തിൻ്റെ മാതാവ് വിദ്യാഭ്യാസത്തോടും സാഹിത്യത്തോടും വലിയ താൽപ്പര്യമുള്ള സ്ത്രീയായിരുന്നു. ബാല്യത്തിൽ തന്നെ പുസ്തകങ്ങൾ വായിക്കാൻ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കപ്പെട്ടു. ചരിത്രവും സാഹിത്യവും കലയും അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് മാതാവായിരുന്നു. ഈ വായനാ പ്രവണത അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ തുടർന്നു. മഷ്ഹദിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിച്ചു. പിന്നീട് മതപഠനത്തിനായി അദ്ദേഹം കൂടുതൽ ആഴത്തിലുള്ള പഠനത്തിലേക്ക് കടന്നു. യുവാവായിരുന്നപ്പോൾ ഇറാഖിലെ നജാഫിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തു. അവിടെ പ്രശസ്തമായ മതപണ്ഡിതന്മാരുടെ കീഴിൽ ഇസ്ലാമിക പഠനങ്ങൾ തുടരുകയായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹം മതപരമായ പഠനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തിയ ഒരു സംഭവം ഉടൻ സംഭവിച്ചു. 1957 ഖോം നഗരത്തിൽ വെച്ച് ആയത്തുള്ള റൂഹുല്ല ഖുമൈനിയെ അദ്ദേഹം കണ്ടുമുട്ടി. ഈ കൂടിക്കാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തുടക്കം. ഖുമൈനിയുടെ ആശയങ്ങളും പ്രസംഗങ്ങളും യുവാവായിരുന്ന ഖാംനെയിയെ ശക്തമായി സ്വാധീനിച്ചു. അന്നത്തെ ഇറാനിൽ ഷാ ഭരണകൂടം ശക്തമായ അധികാരവാദത്തോടെ രാജ്യം നിയന്ത്രിക്കുകയായിരുന്നു. രാഷ്ട്രീയ സ്വാതന്ത്ര്യം വളരെ പരിമിതമായിരുന്നു. പാശ്ചാത്യ സ്വാധീനം ശക്തമായി വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഇതിനെതിരെ മതപണ്ഡിതന്മാരും വിദ്യാർത്ഥികളും പ്രതിഷേധങ്ങൾ ആരംഭിച്ചു. ഖുമൈനിയുടെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഖാംനെയി സജീവമായി രംഗത്തെത്തി. ഷാ ഭരണകൂടത്തിൻ്റെ നയങ്ങൾക്കെതിരെ അദ്ദേഹം തുറന്നു പറയാൻ തുടങ്ങി. ഈ പ്രവർത്തനങ്ങൾ കാരണം ഷായുടെ രഹസ്യ പോലീസായ സവാക്കിൻ്റെ ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് തിരിഞ്ഞു. അടുത്ത കുറച്ചു വർഷങ്ങളിൽ പലതവണയാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടത്. വിപ്ലവ പ്രവർത്തനങ്ങളുടെ പേരിൽ അദ്ദേഹം 6-ലധികം തവണ ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഓരോ തവണയും പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം കൂടുതൽ ശക്തമായ വിശ്വാസത്തോടെ പ്രവർത്തനം തുടരുകയായിരുന്നു. 1975 അദ്ദേഹത്തെ വീണ്ടും അറസ്റ്റ് ചെയ്തു. ഈ തടവു ജീവിതം ഏറെ കഠിനമായിരുന്നു. ശാരീരിക പീഡനങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും അദ്ദേഹം നേരിട്ടു. എന്നാൽ ആ ഇരുണ്ട കാലത്ത് അദ്ദേഹത്തിന് ധൈര്യം നൽകിയതായിരുന്നു മതവിശ്വാസം.
ഖുറാൻ പാരായണം ചെയ്യുകയും പ്രാർത്ഥനയിൽ മുഴുകുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം ആ കാലഘട്ടം കടന്നുപോയി. ജയിലിലെ ഏകാന്തത അദ്ദേഹത്തെ ഒരു ചിന്തകനായി വളർത്തി. അവിടെ വെച്ച് അദ്ദേഹം ലോക സാഹിത്യത്തിലെ നിരവധി കൃതികൾ വായിച്ചു. വിക്ടർ ഹ്യൂഗോയുടെ രചനകളും ജോൺ സ്റ്റെയിൻബക്കിൻ്റെ കൃതികളും അദ്ദേഹത്തെ സ്വാധീനിച്ചു. പിന്നീട് നടത്തിയ ചില പ്രസംഗങ്ങളിൽ അദ്ദേഹം ഈ എഴുത്തുകാരുടെ ആശയങ്ങൾ ഉദ്ധരിക്കാറുണ്ടായിരുന്നു. 1989 ഇറാനിൽ വലിയ രാഷ്ട്രീയ മാറ്റമുണ്ടായി. രാജ്യത്ത് ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായി. തെരുവുകളിൽ വലിയ ജനക്കൂട്ടങ്ങൾ സമരം തുടങ്ങി. അവസാനം ഷാ രാജ്യം വിട്ട് പലായനം ചെയ്തു. പ്രവാസിലിരുന്ന ഖുമേനി ഇറാനിലേക്ക് തിരിച്ചെത്തി. ആ സമയം വിപ്ലവത്തിൻ്റെ പ്രധാന പ്രവർത്തകനിലൊരാളായിരുന്നു ഖാംനെയി. നൂതന ഭരണകൂടം രൂപീകരിക്കുന്നതിൽ അദ്ദേഹം സജീവ പങ്കുവഹിച്ചു. രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിലും അദ്ദേഹത്തിന് പങ്കുണ്ടായിരുന്നു. വിപ്ലവത്തെ സംരക്ഷിക്കാൻ റവല്യൂഷണറി ഗാർഡ് എന്ന സൈനിക വിഭാഗം ശക്തിപ്പെടുത്തുന്നതിലും അദ്ദേഹത്തിന് പങ്കുണ്ടായിരുന്നു. എന്നാൽ 1981 അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു സംഭവം നടന്നു. തെഹ്റാനിലെ അബൂസർ പള്ളിയിൽ പ്രസംഗിക്കുന്നതിനിടെ ഒരു ബോംബ് സ്ഫോടനമുണ്ടായി. ഒരു ടേപ്പ് റെക്കോർഡറിൽ ഒളിപ്പിച്ചിരുന്ന ബോംബ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ആ സ്ഫോടനത്തിൽ അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കേറ്റു. അദ്ദേഹത്തിൻ്റെ വലതുകൈക്ക് മാരകമായ പരിക്ക് സംഭവിച്ചു. പിന്നീട് ആ കൈയുടെ ചലനശേഷി നഷ്ടപ്പെട്ടു. ഈ സംഭവത്തിന് ശേഷം പോലും അദ്ദേഹം തൻ്റെ പ്രവർത്തനം നിർത്തിയില്ല. ഈ സംഭവം അദ്ദേഹത്തെ ജനങ്ങളോട് കൂടുതൽ അടുത്തു കൊണ്ടുവന്നു. രാജ്യത്തിനു വേണ്ടി തൻ്റെ ശരീരത്തിൻ്റെ ഭാഗം പോലും നഷ്ടപ്പെടുത്തിയ നേതാവായി അദ്ദേഹത്തിന് പലർക്കും തോന്നി. അതിനുശേഷം അദ്ദേഹം ഇറാൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതേ സമയത്ത് ഇറാൻ വലിയ യുദ്ധത്തിലേക്ക് കടന്നു. ഇറാഖ് നേതാവ് സദ്ദാം ഹുസൈൻ ഇറാനെ ആക്രമിച്ചു. ഇതോടെ ഇറാൻ യുദ്ധം ആരംഭിച്ചു. ഇറാഖ് യുദ്ധകാലം ഖാംനെയിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിലൊന്നായിരുന്നു. യുദ്ധം വെറും സൈനിക പോരാട്ടം മാത്രമായിരുന്നില്ല. അതൊരു രാജ്യത്തിൻ്റെ ആത്മവിശ്വാസവും നിലനിൽപ്പും പരീക്ഷിച്ച ഒരു ദീർഘകാല പരീക്ഷണമായിരുന്നു. യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ഇറാൻ സൈനികമായി വളരെ ശക്തമായ നിലയിലുണ്ടായിരുന്നില്ല. വിപ്ലവത്തിന് ശേഷം സൈനിക സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിരുന്നു. എന്നാൽ അതേസമയം രാജ്യത്ത് ശക്തമായ ദേശസ്നേഹവും ആത്മവിശ്വാസവും ഉയർന്നിരുന്നു. പ്രസിഡന്റായിരുന്ന ഖാംനെയി പലപ്പോഴും മുന്നണിയിൽ പോയി സൈനികരെ കണ്ടുമുട്ടാറുണ്ടായിരുന്നു. യുദ്ധത്തിൽ പങ്കെടുക്കുന്ന യുവ സൈനികരോട് സംസാരിക്കുകയും അവരുടെ ധൈര്യം ഉയർത്തുകയും ചെയ്തിരുന്നു. പല സൈനികരും പിന്നീട് പറഞ്ഞത്, അവരുടെ നേതാക്കൾ തന്നെ മുന്നിലുണ്ടെന്നറിയുമ്പോൾ പോരാടാനുള്ള ആത്മവിശ്വാസം കൂടുതൽ വർദ്ധിച്ചതായി. ഈ യുദ്ധകാലത്ത് ഇറാൻ സാമ്പത്തികമായും വലിയ സമ്മർദ്ദം നേരിട്ടു. അന്താരാഷ്ട്ര ഉപരോധങ്ങളും യുദ്ധത്തിൻ്റെ ചെലവും രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയെ ബാധിച്ചു. എന്നാൽ ജനങ്ങളോട് സഹനവും ആത്മവിശ്വാസവും കൈവിടരുതെന്ന് ഖാംനെയി ആവർത്തിച്ചു പറയുകയായിരുന്നു. അദ്ദേഹം പല പ്രസംഗങ്ങളിലും ഒരു രാജ്യത്തിൻ്റെ ശക്തി അതിൻ്റെ ജനങ്ങളുടെ മനസ്സിലാണ് ഉണ്ടാകുന്നതെന്ന് ഓർമ്മിപ്പിച്ചു. യുദ്ധത്തിൻ്റെ വർഷങ്ങളിൽ അദ്ദേഹം രാജ്യത്തിൻ്റെ വിവിധ നഗരങ്ങളിലേക്ക് യാത്ര ചെയ്ത് ജനങ്ങളോട് സംസാരിക്കാറുണ്ടായിരുന്നു. യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സൈനികരുടെ കുടുംബങ്ങളെ സന്ദർശിക്കുകയും അവരുടെ ത്യാഗത്തെ ആദരിക്കുകയും ചെയ്തു. ഈ സന്ദർശനങ്ങൾ ജനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തി. ഈ കാലഘട്ടത്തിൽ ഖാംനെയുടെ വ്യക്തിത്വത്തിൻ്റെ മറ്റൊരു വശവും ജനങ്ങൾക്ക് മുന്നിൽ പ്രകടമായി. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, ഒരു ചിന്തകനും പ്രസംഗകനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പലപ്പോഴും മതപരമായ ആശയങ്ങളും ചരിത്രപരമായ ഉദാഹരണങ്ങളും ചേർന്നതായിരുന്നു. ഇതിലൂടെ അദ്ദേഹം ജനങ്ങളെ പ്രചോദിപ്പിക്കാൻ ശ്രമിച്ചു. വിപ്ലവത്തിന് ശേഷം ഇറാന്റെ രാഷ്ട്രീയ ഘടന പൂർണ്ണമായും മാറിയിരുന്നു. പുതിയ ഭരണകൂടം രൂപപ്പെടുന്ന ഘട്ടത്തിൽ രാജ്യത്തെ സ്ഥിരതയിലേക്ക് നയിക്കേണ്ട വലിയ ഉത്തരവാദിത്വം നേതാക്കൾക്കുണ്ടായിരുന്നു. ഈ സമയത്തെ ഖാംനെയി പല പ്രധാന തീരുമാനങ്ങളിലും പങ്കെടുത്തു. രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസവും സംസ്കാരവും സംബന്ധിച്ച വിഷയങ്ങളിലും അദ്ദേഹം താൽപ്പര്യം കാണിച്ചു. പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ സ്വാധീനം അനിയന്ത്രിതമായി വർദ്ധിക്കരുതെന്ന് അദ്ദേഹം പലപ്പോഴും മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ സ്വന്തം സംസ്കാരവും പാരമ്പര്യവും സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇതിനൊപ്പം തന്നെ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വളരേണ്ടതിൻ്റെ ആവശ്യകതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. യുവജനങ്ങൾ വിദ്യാഭ്യാസത്തിലും ഗവേഷണത്തിലും മുന്നോട്ടു പോകണമെന്ന് അദ്ദേഹം പല പ്രസംഗങ്ങളിലും പ്രോത്സാഹിപ്പിച്ചു. രാജ്യത്തിൻ്റെ ഭാവി യുവജനങ്ങളുടെ കൈകളിലാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയാറുണ്ടായിരുന്നു.
ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹം നിരവധി രാജ്യാന്തര നേതാക്കളുമായി കൂടിക്കാഴ്ചകൾ നടത്തിയത്. ലോക രാഷ്ട്രീയത്തിൽ ഇറാന്റെ നിലപാട് വ്യക്തമാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. പാശ്ചാത്യ രാജ്യങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇറാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിലനിൽക്കണമെന്ന് അദ്ദേഹം ഉറച്ച നിലപാടെടുത്തു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സാഹിത്യവും സംഗീതവും ഒരിക്കലും അകന്നുപോയില്ല. തിരക്കേറിയ രാഷ്ട്രീയ ജീവിതത്തിനിടയിലും പുസ്തകങ്ങൾ വായിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. ചിലപ്പോൾ കവിതകൾ എഴുതുകയും അടുത്ത സുഹൃത്തുക്കളുമൊപ്പം അവ പങ്കുവയ്ക്കുകയും ചെയ്തതായി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ഈ എല്ലാം ചേർന്നാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം രൂപപ്പെട്ടത്. കഠിനമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു നേതാവിനൊപ്പം ചിന്തിക്കുകയും വായിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനും അദ്ദേഹത്തിനുള്ളിലുണ്ടായിരുന്നു. യുദ്ധവും രാഷ്ട്രീയ സംഘർഷങ്ങളും നിറഞ്ഞ ആ വർഷങ്ങൾ അദ്ദേഹത്തെ കൂടുതൽ പരിചയസമ്പന്നനായ നേതാവാക്കി മാറ്റി. പിന്നീട് രാജ്യത്തിൻ്റെ പരമോന്നത നേതാവായി ഉയരാൻ അദ്ദേഹത്തെ തയ്യാറാക്കിയതും ഈ അനുഭവങ്ങളായിരുന്നു. യുദ്ധം 8 വർഷം നീണ്ടുനിന്നു. യുദ്ധകാലത്ത് രാജ്യത്തിൻ്റെ ആത്മവിശ്വാസം നിലനിർത്താൻ അദ്ദേഹം ശ്രമിച്ചു. പലപ്പോഴും സൈനികരെ നേരിൽ കണ്ട് സംസാരിക്കാറുണ്ടായിരുന്നു. സാമ്പത്തിക ഉപരോധങ്ങളും യുദ്ധ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും രാജ്യം നിലനിർത്താൻ ശ്രമങ്ങൾ നടന്നു. 1989 ആയത്തുള്ള ഖുമൈനി അന്തരിച്ചു. ഇറാന്റെ രാഷ്ട്രീയത്തിൽ വലിയ ഒരു ശൂന്യതയുണ്ടായി. തുടർന്ന് അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ഖാംനെയിയെ രാജ്യത്തിൻ്റെ പരമോന്നത നേതാവായി തിരഞ്ഞെടുത്തു. ആ സമയത്ത് ചിലർ അദ്ദേഹത്തിൻ്റെ മതപരമായ യോഗ്യത ചോദ്യം ചെയ്തെങ്കിലും ഖുമൈനിയുടെ വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതോടെ അദ്ദേഹം രാജ്യത്തിൻ്റെ സുപ്രീം ലീഡറായി ചുമതലയേറ്റു. തുടർന്ന് ദശാബ്ദങ്ങളോളം ഇറാന്റെ പ്രധാന രാഷ്ട്രീയ തീരുമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നടന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണകാലം മുഴുവൻ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങൾ തുടർന്നു. ഇവയെ നേരിടാൻ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കണമെന്ന് അദ്ദേഹം ആവർത്തിച്ചു. പ്രതിരോധ സാമ്പത്തിക നയം എന്ന ആശയം അദ്ദേഹം അവതരിപ്പിച്ചു. വിദേശ ആശ്രയം കുറയ്ക്കുകയും രാജ്യത്തിൻ്റെ സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം. രാഷ്ട്രീയ ജീവിതത്തോടൊപ്പം സാഹിത്യത്തോടും കലകളോടും അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ടായിരുന്നു. കവിതകൾ വായിക്കുകയും എഴുതുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇറാന്റെ പാരമ്പര്യ സംഗീതത്തോടും അദ്ദേഹം വലിയ ആദരവുണ്ടായിരുന്നു. കുടുംബജീവിതം പൊതുവെ സ്വകാര്യമായിരുന്നു. ഭാര്യയും മക്കളുമായി ലളിതമായ ജീവിതം അദ്ദേഹം നയിച്ചു. തൻ്റെ കുടുംബം അധികാരത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഉപയോഗിച്ച് നേട്ടങ്ങൾ നേടരുതെന്ന് അദ്ദേഹം ശ്രദ്ധിച്ചു. ജീവിതത്തിൻ്റെ അവസാന വർഷങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം രാജ്യത്തിൻ്റെ പരമോന്നത നേതാവായി തുടർന്നു. അവസാനം ഒരു പ്രഭാതത്തിൽ തെഹ്റാനിലെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ കുടുംബാംഗങ്ങളോടൊപ്പം കഴിയുന്നതിനിടെ അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിച്ചു വന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ചില അടുത്ത കുടുംബാംഗങ്ങളും അന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പിന്നീട് റിപ്പോർട്ടുകൾ പുറത്തു വന്നു. മഷ്ഹദിലെ ദാരിദ്ര്യത്തിൽ ജനിച്ച ഒരു ബാലനിൽ നിന്ന് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് ഉയർന്ന ഒരു ജീവിതയാത്രയായിരുന്നു അത്. വർഷങ്ങളോളം അധികാരത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നിരുന്ന ഒരു നേതാവിൻ്റെ ജീവിതം ഇങ്ങനെ ഒരു ശാന്തമായ വീട്ടിനകത്ത് അവസാനിച്ചു. ജയിലുകളും വിപ്ലവവും യുദ്ധങ്ങളും പ്രതിവാദങ്ങളും രാഷ്ട്രീയ പോരാട്ടങ്ങളും നിറഞ്ഞ ഒരു ദീർഘമായ
ദീർഘമായ യാത്ര. ഒരു കൈ നഷ്ടപ്പെട്ടിട്ടും തൻ്റെ ആശയങ്ങളിൽ നിന്ന് പിന്മാറാതെ മുന്നോട്ടു പോയ നേതാവായി അദ്ദേഹം പലർക്കും ഓർമ്മിക്കപ്പെടുന്നു. ഇറാന്റെ ആധുനിക ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് എന്നും വലിയ ചർച്ചകൾക്കും പഠനങ്ങൾക്കും വിഷയം തന്നെയായി തുടരും. മലയാളം സ്റ്റോറി ടൈംസ്. ഈ കഥയുടെ തുടർഭാഗങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുത്.